നീ കുഞ്ഞോനെ അടിച്ചടി അപ്പമ്മ കുഞ്ഞു കരയുന്നടി. പോരെ കുക്കു എന്ത് പറഞ്ഞ കോലം കെട്ട് വീഡിയോ എടുത്തത്. അയ്യോ എന്തുവാ വീണോ? എന്ത് മാന്തി വീണതാ? മാന്തിയതാ. എഴുന്നേറ്റില്ലയോ മോനിക്കുട്ടൻ? മോനിക്കുട്ടോ മോനിക്കുട്ടോ എഴുന്നേറ്റ് പോയി കുളിക്കേ. ട്യൂഷന് പോകണ്ട മതിയല്ലോ. ആ ചെൽ പോയി കുളിക്ക്. ഇന്ന് റെസ്റ്റ്. ഇന്ന് മാത്രം. എഴുന്നേക്ക് പോയി കുളിക്ക്. വാ. ശ്വാസം മുട്ടലുണ്ടോ? പിന്നെന്തോ? നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റേക്ക് നിന്ന് അതാ ഉറക്കം വരുന്നത്. ചെല്ലക്കളെ കുളിക്ക്. പാൻറ് പാൻറിനകത്തിരിക്കുവായിരുന്നു. ഇത് വീണ് തന്നെ എന്റെ അടുത്തോട്ട് ഓടി വന്നതാ. കാണിക്കില്ലെന്ന് പറഞ്ഞ എന്തോ ഞാൻ നല്ലപോലെ ആക്കി അതൊക്കെ മനുഷ്യന്റെ ഓരോരോ. മൂന്നെണ്ണം ഒന്നിച്ചിരിക്കുക. അയ്യോ ഇതെന്തുവാ? കുഞ്ഞോയ്ക്ക് അത് കൂടെ കളയരുത്. കുക്കുമ്മയുടെ കൊടു. അതല്ല പാപ്പൻ കുക്കുമ്മയുടെ കൊടുക്കാൻ. ഞാനിമോക്ക് കേക്ക് വേണോ? എന്തോ കേക്കാ? വെട്ട് കേക്ക്. അയ്യോ അതാത് മതിയോ? അത് മതി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനിക്കുട്ടന് 2 ദിവസം കൊണ്ട് തൊണ്ടവേദന ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ ഇന്നലെയൊക്കെ അങ്ങനെ രാവിലെ വൈകിട്ടൊക്കെ ഉപ്പുവെള്ളം ഇങ്ങനെ കൊള്ളിക്കത്തില്ല, അങ്ങനെയൊക്കെ കൊള്ളിച്ചു. അപ്പൊ ഇന്നിപ്പോ വൈകിട്ട് വന്നപ്പം കട്ടിലെ കിടന്ന് ഉറക്കമാന്ന് പറഞ്ഞു. അമ്മ ട്യൂഷനൊന്നും പോവാതെ. ഞാൻ വന്നപ്പോഴും ഉറക്കമായിരുന്നു. ഇനിയിപ്പോ വിളിച്ച് എഴുന്നേപ്പിച്ച് മേലൊക്കെ കഴുകി ഇവിടെ വന്നു. എന്തോ ഒരു വയ്യാഴി ഉണ്ട്. പനിക്ക് വല്ലതും ആണോന്ന് അറിയത്തില്ല. സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ കാപ്പിപ്പൊടിയും പാലും പിന്നെന്തുവാ മീറ്റ് മസാലയും മേടിച്ചു. കഴിഞ്ഞ ദിവസം 1 കവർ പാല് മേടിച്ചോണ്ട് വന്നായിരുന്നു. അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ 1 കവർ പാല് മേടിച്ചത് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഏതോ ഒരു കവറിനകത്തിട്ട് അവിടെ കൊണ്ടുവച്ച് അവിടെ ഇരുന്നത് കേടായിപ്പോയി. പിറ്റേന്ന് രാവിലെ അതിനകത്ത് പാലിരിപ്പുള്ളതുകൊണ്ട് ഞാൻ ഓർത്തില്ലാതെ എടുത്ത് ചായയൊക്കെ ഇട്ടു. അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ എന്താണ്ട് ആവശ്യത്തിന് ആ ഒരു കവർ എടുത്തപ്പോൾ അതിനകത്ത് പാലിരുന്ന് തൈര് പോലായി. കൊള്ളത്തില്ലായിരുന്നു. അത്രയ്ക്കുണ്ട് ഓർമ്മ. പിന്നെ ഇത് പഴം മേടിച്ചത് 1 കിലോ അല്ല 2 കിലോ പഴം മേടിച്ചു. കുറച്ച് അമ്മയ്ക്ക് കൊടുത്തു. പാളയംകോടൻ പഴം. പിന്നെ ഇന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല. ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടോട്ടെ. ഇന്ന് കുറച്ച് നേരത്തെയാണ്. കാരണം രാവിലെ എന്നും പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇന്ന് പോയത്. നേരത്തെ നമ്മുടെ പാക്കിംഗ് ഒക്കെ ഉള്ളപ്പം അതൊക്കെ കൊറിയർ അയച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ പോകുന്നത്. താമസിക്കും രാവിലെ. പിന്നെ അങ്ങനെ ഇല്ലല്ലോ. 2-3 ദിവസമായിട്ട് അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇല്ലാത്തത് കൊണ്ട് എന്നും പോകുന്ന സമയത്താണ് ഇന്ന് ഞാൻ ചെന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു വൈകിട്ട് എന്ന് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങാന്ന് വിചാരിച്ചു. 5:15 ആയപ്പോ ഞാൻ ഇറങ്ങി. പിന്നെ
പിന്നെന്താണ്, വേറെ ഇന്നും ആരെയും നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടില്ല. പിന്നെ നെക്സ്റ്റില് പലരും മെസ്സേജൊക്കെ ഇടുന്നുണ്ട് നൈറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് കുറേ പേരൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ നാളെ അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ എന്താ പുതിയ സ്റ്റോക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. എടുക്കാത്തതിൻ്റെ കാരണം എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ, ബുദ്ധിമുട്ടുണ്ട് ശ്വാസം വിടാനും. ആ ഒരു ഡസ്റ്റ് എനിക്ക് ഭയങ്കര അലർജിക്കാണ്. അപ്പം പുതിയ മെറ്റീരിയൽസ് ആണെങ്കിലും അതൊരു പൊടിയുണ്ട്, ആ പൊടി എനിക്ക് പറ്റുന്നില്ല. ഇപ്പം ഇത് നൂത്ത് നിവർത്ത് വീഡിയോ എടുക്കുകയും പാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ചോദിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്തേ വരത്തുള്ളൂ. അപ്പം നമുക്കത് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പുതിയ സ്റ്റോക്കൊന്നും എടുക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം ഇരിക്കുന്ന സ്റ്റോക്കൊക്കെ ഞാൻ ഇങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എപ്പോഴേലും നമ്മുടെ ആരോഗ്യം വീണ്ടെടുത്ത് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെയൊക്കെ കരുതുന്നു. പിന്നെ എന്താ, ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. മോനുകുട്ടന് ഒരു ഉഷാറില്ലായ്മ ഉള്ളതുകൊണ്ട് എനിക്കും ഒരു ഉഷാറില്ല, എന്താണെന്നറിയത്തില്ല. നോക്കാം. ചൂടുണ്ടല്ലോ. മോനുകുട്ടന് വയ്യാതിരിക്കുമ്പോൾ മാത്രമല്ല ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്തേലും വയ്യായ്മ ഉള്ളപ്പോൾ അപ്പൊ ഭയങ്കര വിഷമം, കരച്ചില്. മോനുകുട്ടിന് വിഷമമുള്ളപ്പോ മോനുകുട്ടിന് ആരോടാ എപ്പോഴും പറയുന്നു? യേശുപ്പച്ചനോട് ഇല്ലേ? കുഞ്ഞു രാത്രിയിലൊക്കെ സങ്കടം വരുമ്പോഴും, അയ്യോ ചുമക്കല്ലേ, എനിക്ക് പേടിയാ ചുമ കേൾക്കുമ്പോ. എന്തെങ്കിലും ഒക്കെ വിഷമം വരുമ്പോഴും വയ്യായ്മ വരുമ്പോഴും എല്ലാം മോനുകുട്ടൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും, മാറ്റിത്തരണേ ഇല്ലേ? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും എന്റെ മോനുകുട്ടന്റെ ഉവാവ് മാറാൻ. മോനുകുട്ടന്റെ കൂട്ടുകാരനാണ് ഇത്. മോനുകുട്ടന്റെ കൂടെ കിടക്കേ, മോനുകുട്ടന്റെ കെട്ടിപ്പിടിച്ച് കിടന്ന് മോനുകുട്ടന്റെ കൂടിരിക്കുന്ന ആളാണ്. നീ പ്രാർത്ഥിക്കട്ടെ, എന്റെ മോനുകുട്ടന്റെ വയ്യാഴിയൊക്കെ മാറട്ടെ. കുറവില്ലെങ്കിൽ നമുക്ക് നാളെ ആശുപത്രി പോകാം കേട്ടോ. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. ആദരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ മോനുകുട്ടനെ കഞ്ഞി മതിയെന്ന്. നമുക്ക് ഇച്ചിരി കഞ്ഞിക്ക് ഒരു ശകാലം മോനുകുട്ടന് മാത്രം, അല്ലാതെ ചോറിരിപ്പുണ്ട്. ഒരു ശകലം കഞ്ഞി വെക്കാനുള്ള അരി ഇടട്ടെ. ഇന്ന് വെള്ള കഞ്ഞി മതി എന്ന് പറഞ്ഞു. അത് നല്ലപോലെ വേവിച്ച് എടുക്കാം. കുക്കറിനകത്തോട്ടിടാം. മുത്തിന് നാളെ എക്സാം ഉണ്ട്. നാളെ ഭയങ്കര ടഫായിട്ടുള്ള വിഷയമാണ്. പിന്നെന്താ, പ്രാർത്ഥിക്കുക. അതങ്ങ് പേടിയായി. ഇപ്പം കോളേജിൽ കയറിയണൊക്കെയാണ് ഈ എക്സാം വരുമ്പോഴുള്ള പേടി. ഭയങ്കര വിഷമവും പേടിയുമാണ്.
ഇല്ല, ജാനിക്കുട്ടിയും കുഞ്ഞോനും വന്നില്ല. കുക്കു മോനുകുട്ടന്റെ ഗുളികയുമായിട്ട് വന്നതാ കേട്ടോ. മോനുകുട്ടന്റെ ഗുളികയുമായിട്ട് വന്ന് എന്താ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കുക്കുവിനെ അപകീർത്തിപ്പെട്ടു. കുക്കു അലങ്കോലപ്പെട്ട് നിന്നപ്പോ ഞാൻ വീഡിയോയിൽ കാണിച്ചെന്ന്. അയ്യോ, അതുകൊണ്ട് ഇനി കുക്കു എപ്പോഴും സീരിയലിനകത്ത് കാണുന്ന പോലെ മേക്കപ്പിലായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കുക്കുവിനെ ഫുൾ എന്താ പറയുന്നേ, ആഭരണങ്ങളൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കുക്കുവിനെ ഒരുക്കി ഞാൻ അവിടെ നിന്ന് നിർത്തുവാ ഇനി. അയ്യോ, കുക്കു എങ്ങനെ ഇരുന്നാലും നമ്മുടെ കുക്കുവാ. അപ്പൊ പിന്നെ കുക്കു ഒരുങ്ങിയോ, കുക്കു അലങ്കോലം ആണോ, കുക്കു നല്ല ഉടുപ്പാന്ന് ഇട്ടേക്കുന്നത്, ഞാൻ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. നീയാ പറഞ്ഞത്, നിന്റെ കാര്യമാ പറഞ്ഞത്, വേറെ ആരും ഒന്നും പറഞ്ഞില്ല, പറയത്തുമില്ല. മനസ്സിലായോ? മനസ്സിലായോ? കുക്കു ജാനിക്കുട്ടിയാണോ വിളിക്കുന്നേ? കുക്കുമേനെ കൊടുക്കാൻ 1 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടെന്ന് പറ. ആ, മരുന്ന് കൊടുക്കട്ടെ കഞ്ഞി കുടിച്ചിട്ട്. ആ, ഇന്ന് വയ്യാത്തോണ്ട് ഒരു അനക്കവും ഇല്ലാതിരിക്കുക കേട്ടോ. കഞ്ഞി റെഡി, വെന്തു. മോനുകുട്ടനെ ഈ കഞ്ഞി നല്ലപോലെ വെന്തുടങ്ങിയിരിക്കത്തില്ല, അതാണ് ഇഷ്ടം. ചേർത്തത് ഇച്ചിരി കഞ്ഞി കൊടുത്ത മരുന്നൊക്കെ കൊടുക്കട്ടെ. തിളപ്പിക്കാൻ അങ്ങോട്ട് വെക്കാം. എന്റെ മോനുകുട്ടന് ഞാൻ കഞ്ഞി കൊടുക്കട്ടെ. കഞ്ഞിയുടെ കൂടെ എന്തോ മോരോ? ചൂട് കഞ്ഞി മോര് ഒഴിച്ച് കൊടുക്കട്ടെ. ഇച്ചിരി ഒഴിക്കാം, ഇച്ചിരി ഒഴിച്ചിട്ട് വേണേ പിന്നെ എടുക്കാം അല്ലേ? ഈ കൂട്ടത്തിനകത്താണ് ഇച്ചിരിയും കഞ്ഞി. ഞാനും ഇച്ചിരി ചോറിനിട്ട് എന്നാ എന്തോ കയ്യും കാലും എല്ലാം മുറിച്ച് വെച്ചേക്കോ. ഈ ഇടയായിട്ട് ഇത്ര കയ്യും കാലും മുറിയും. ഫാൻ്റെ കീഴിലോട്ട് പോയി ചെറിയ ചൂടോടാൻ കുടിക്കും കേട്ടോ. ചോറുണ്ണട്ടെ. ഇന്ന് എന്താ പറയുന്നേ, എനിക്ക് ഇച്ചിരി രസവും മത്തിത്തോരനും, നാക്ക് പണി മുടക്കുന്നുണ്ടേ. ഇച്ചിരി രസവും മത്തിത്തോരനും കൂട്ടി ചോറിനാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കൂട്ടിയാ കഴിക്കുന്ന, മോരൊന്നും എടുക്കുന്നില്ല കേട്ടോ. ചോറ് വിളമ്പട്ടെ. മതി. മത്തിത്തോരൻ കുക്കുവിൻ്റെ സ്പെഷ്യലാട്ടോ. ഇന്നലെ നമ്മൾ ഇതൊന്നും എടുത്തില്ലല്ലോ. മതി. നമ്മുടെ ഇനി നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടിയും കൂടെ കുറച്ചങ്ങോട്ട് ഇടാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. കഴിക്കട്ടെ.
മോനുകുട്ടൻ കഞ്ഞി കുടിക്കുന്നു. കുറച്ചുകൂടെ കഞ്ഞി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഇനിയും കൊടുക്കാം, കുറച്ചേ കൊടുത്തുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾ, സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക കേട്ടോ. എല്ലാവരോടും സ്നേഹവും സന്തോഷവും. നമുക്കിനി അടുത്ത ദിവസം കാണാമേ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.